കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിർണായക വഴിത്തിരിവായി വിലയിരുത്തപ്പെടുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഏപ്രിൽ 9-ന് നടന്നത്. ഭരണതുടർച്ച ലക്ഷ്യമിട്ട് LDF രംഗത്തെത്തിയപ്പോൾ അധികാരം തിരിച്ചുപിടിക്കാൻ UDF ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചു. അതേസമയം സംസ്ഥാന രാഷ്ട്രീയത്തിൽ സ്വന്തം സാന്നിധ്യം കൂടുതൽ ഉറപ്പിക്കാൻ NDAയും ശക്തമായ രീതിയിൽ മത്സരം കഠിനമാക്കി. വാശിയേറിയ പ്രചാരണങ്ങളും ത്രികോണ പോരാട്ടങ്ങളും നിറഞ്ഞ തെരഞ്ഞെടുപ്പിനുശേഷം ജനവിധി എന്താകുമെന്നറിയാൻ ഇനി മെയ് 4 വരെ കാത്തിരിക്കേണ്ടിവരും. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഘടകങ്ങളിലൊന്നാണ് ഉയർന്ന വോട്ടിംഗ് ശതമാനം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട പ്രാഥമിക കണക്കുകൾ പ്രകാരം സർവീസ് വോട്ടുകൾ ഉൾപ്പെടുത്താതെയുള്ള പോളിംഗ് ശതമാനം തന്നെ 79.63% ഉയർന്നിട്ടുണ്ട്. മുൻ തെരഞ്ഞെടുപ്പുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് ഗണ്യമായ വർധനവാണ്. പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരുടെ സജീവ പങ്കാളിത്തമാണ് ഇത്തവണ ശ്രദ്ധേയമായ സംഗതി. സ്ത്രീകളുടെ പോളിംഗ് ശതമാനം 80.86% ഉയർന്നപ്പോൾ പുരുഷന്മാരുടേത് 75.01% രേഖപ്പെടുത്തി. ട്രാൻസ്ജെൻഡർ വോട്ടർമാരുടെ പങ്കാളിത്തവും 57.04% എന്ന നിലയിൽ ശ്രദ്ധേയമായ മുന്നേറ്റം കാഴ്ചവെച്ചു. ജില്ലാതല കണക്കുകൾ പരിശോധിക്കുമ്പോൾ പാലക്കാട് ജില്ലയാണ് ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, 80.09%. തൃശൂർ 77.06%, തിരുവനന്തപുരം 76.98% പോളിംഗ് രേഖപ്പെടുത്തി. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ വോട്ടർമാർ വലിയ തോതിൽ ബൂത്തുകളിലെത്തിയതാണ് ഇത്തവണത്തെ പ്രത്യേകത. 2021-ലെ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ചില ജില്ലകളിൽ 2 മുതൽ 3% വരെ വർധനവ് രേഖപ്പെടുത്തിയതും രാഷ്ട്രീയ നിരീക്ഷകർ ശ്രദ്ധിക്കുന്നു. ഈ വർധനവിന് പ്രധാന കാരണങ്ങളിലൊന്നായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കിയ SIR നടപടികളാണ്. വോട്ടർ പട്ടികയിൽ നിലനിന്നിരുന്ന ക്രമക്കേടുകൾ പരിഹരിക്കാൻ ഈ പ്രക്രിയ സഹായിച്ചു. മുൻകാലങ്ങളിൽ ഇരട്ടിപ്പുള്ള പേരുകൾ, മരിച്ചവരുടെ പേരുകൾ തുടങ്ങിയവ പട്ടികയിൽ നിലനിന്നിരുന്നുവെന്ന ആരോപണങ്ങൾ വ്യാപകമായിരുന്നു. എന്നാൽ SIR-ന് ശേഷം ഏകദേശം 20 ലക്ഷത്തോളം വ്യാജ അല്ലെങ്കിൽ അനധികൃത വോട്ടർമാരെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. കൂടാതെ 18 മുതൽ 19 വയസ്സുവരെയുള്ള 4.24 ലക്ഷം പുതിയ യുവ വോട്ടർമാരെയും പട്ടികയിൽ ഉൾപ്പെടുത്തിയതും ശ്രദ്ധേയമാണ്. ഇത് വോട്ടിംഗ് ശതമാനത്തിൽ സ്വാഭാവികമായ ഉയർച്ച ഉണ്ടാക്കാൻ കാരണമായി. കൃത്യമായ വോട്ടർ പട്ടിക നിലവിൽ വന്നതോടെ യഥാർത്ഥ വോട്ടർമാരുടെ പങ്കാളിത്തം കൂടുതൽ വ്യക്തമായി രേഖപ്പെടുത്താൻ സാധിച്ചു. ഇതോടെ പോളിംഗ് ശതമാനത്തിന്റെ വിശ്വാസ്യതയും ഉയർന്നതായി വിലയിരുത്തപ്പെടുന്നു. ഉയർന്ന പോളിംഗ് ശതമാനം സാധാരണയായി ഭരണവിരുദ്ധ തരംഗത്തിന്റെ സൂചനയായി രാഷ്ട്രീയ വിശകലനങ്ങളിൽ കാണാറുണ്ട്. എന്നാൽ ഈ വിലയിരുത്തലിനെ LDF തള്ളിക്കളയുന്നു. സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളും വികസന പ്രവർത്തനങ്ങളും ജനങ്ങളെ ബൂത്തിലേക്ക് ആകർഷിച്ചതാണ് ഉയർന്ന പോളിംഗിന് പിന്നിലെന്നാണ് ഇടതുമുന്നണി വാദിക്കുന്നത്. മറുവശത്ത് ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് ജനങ്ങളെ വലിയ തോതിൽ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്നാണ് UDF-ന്റെ വിലയിരുത്തൽ. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ത്രികോണ മത്സരം കൂടുതൽ ശക്തമായതായി കാണപ്പെടുന്നു. തിരുവനന്തപുരം, തൃശൂർ, പാലക്കാട് പോലുള്ള ജില്ലകളിൽ BJP ശ്രദ്ധേയമായ മുന്നേറ്റം കാഴ്ചവെച്ചത് വോട്ട് വിഭജനത്തിന് കാരണമായിട്ടുണ്ടാകാമെന്നാണ് വിലയിരുത്തൽ. ഇതുമൂലം പരമ്പരാഗത വോട്ട് ബാങ്കുകൾക്കും മാറ്റങ്ങൾ സംഭവിച്ചേക്കാമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രവാസി വോട്ടർമാരുടെ സ്വാധീനവും ഇത്തവണ ചർച്ചയായ വിഷയമാണ്. ഗൾഫ് മേഖലയിൽ നിലനിൽക്കുന്ന അനിശ്ചിതത്വങ്ങൾ കാരണം നിരവധി പ്രവാസികൾക്ക് നാട്ടിലെത്തി വോട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. എന്നിരുന്നാലും എത്തിയവർ വലിയ തോതിൽ വോട്ട് ചെയ്തതായി സൂചനകളുണ്ട്. പ്രവാസി വോട്ടുകൾ ചില മണ്ഡലങ്ങളിൽ നിർണായകമായിരിക്കാമെന്നാണ് വിലയിരുത്തൽ. വോട്ടിംഗ് പാറ്റേൺ പരിശോധിക്കുമ്പോൾ നഗര ഗ്രാമഭേദമില്ലാതെ വലിയ പങ്കാളിത്തമുണ്ടായത് ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് തൃശൂർ പോലുള്ള ജില്ലകളിൽ പോളിംഗ് ശതമാനത്തിലെ വർധനവ് നിഷ്പക്ഷ വോട്ടർമാരുടെ സാന്നിധ്യം വർദ്ധിച്ചതിന്റെ സൂചനയായി വിലയിരുത്തപ്പെടുന്നു. യുവ വോട്ടർമാരുടെ പങ്കാളിത്തവും ഇത്തവണ ഉയർന്ന നിലയിലാണ്. 2026-ലെ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിന്റെ പുതിയ സമവാക്യങ്ങൾക്ക് വഴിയൊരുക്കുമെന്നതിൽ സംശയമില്ല. SIR-ന് ശേഷമുള്ള കൃത്യമായ വോട്ടർ പട്ടികയും ഉയർന്ന പോളിംഗ് ശതമാനവും ഫലപ്രഖ്യാപനത്തിൽ അപ്രതീക്ഷിത മാറ്റങ്ങൾക്ക് വഴിവെക്കാമെന്ന ആശങ്കയും പ്രതീക്ഷയും ഒരുപോലെ നിലനിൽക്കുന്നു. അവസാനം എല്ലാ മുന്നണികളും ആത്മവിശ്വാസത്തിലാണ്. LDF ഭരണതുടർച്ച ഉറപ്പിക്കാമെന്ന് വിശ്വസിക്കുമ്പോൾ UDF ശക്തമായ തിരിച്ചുവരവാണ് പ്രതീക്ഷിക്കുന്നത്. NDAയും ചില മണ്ഡലങ്ങളിൽ അട്ടിമറി വിജയങ്ങൾ ലക്ഷ്യമിടുന്നു. എന്നാൽ ഈ എല്ലാ കണക്കുകൂട്ടലുകൾക്കും അന്തിമ വിധി പറയുന്നത് വോട്ടെണ്ണൽ ദിനമായ മെയ് 4-നാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ദിശ നിർണ്ണയിക്കുന്ന ആ ദിനത്തെ കാത്തിരിക്കുകയാണ് സംസ്ഥാനത്തെ രാഷ്ട്രീയ ലോകവും പൊതുജനവും.